വർഷങ്ങളുടെ കാത്തിരിപ്പിന് പ്രതീക്ഷയേകി കോഴിക്കോട് പൂഴിത്തോട് വനമേഖലയിൽ GPS സർവേക്ക് തുടക്കമായി. പൂഴിത്തോട് പടിഞ്ഞാറെത്തറ വയനാട് ബദൽ റോഡിന്റെ സാധ്യതാ പഠനത്തിന്റെ ഭാഗമായാണ് സർവേ. 30 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയ ഈ ബദൽ റോഡ് പദ്ധതി വനമേഖലകളിലൂടെ നിർമ്മിക്കാൻ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് മുടങ്ങിക്കിടക്കുകയായിരുന്നു. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ GPS സർവേ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഊരാളുങ്കൽ സൊസൈറ്റി സർവേ സംഘം, ദേശീയപാത അതോറിറ്റി അധികൃതർ, പെരുവണ്ണാമൂഴി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് അധികൃതർ, നാട്ടുകാർ തുടങ്ങിയവർ സന്നിഹിതരായി. പൂഴിത്തോട് പടിഞ്ഞാറത്തറ വയനാട്ടിലേക്കുള്ള ഏറ്റവും സുരക്ഷിതമായ ബദൽ പാതയാണ്. ഈ ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് 3.5 പതിറ്റാണ്ട് പൂർത്തിയാകുകയാണ്. 3.5 പതിറ്റാണ്ടിന് മുമ്പ് വയനാട്ടിലും പൂഴിത്തോട്ടിലും ഇതിന്റെ ശിലാസ്ഥാപന കർമ്മം അക്കാലത്തെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയതാണ്. എന്നാൽ പിന്നീട് നടന്നിട്ടുള്ള നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡ് യാഥാർത്ഥ്യമായില്ല. യാഥാർത്ഥ്യമാകാതെ അതിന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട ഘട്ടത്തിലാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതി വീണ്ടും അന്നത്തെ നമ്മുടെ വടകര പാർലമെന്റ് മെമ്പർ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൺവെൻഷൻ നടത്തി. വയനാട്ടിലെ MLA-യും കോഴിക്കോട്ടെ MLA-മാരെല്ലാം പങ്കെടുത്ത് അവസാനം ഈ പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡിന്റെ ഒരു സാധ്യത തേടാൻ തീരുമാനിച്ചു. അവർ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. അവിടെ ചുരമുണ്ടാകുമോ, പാറക്കെട്ടുകൾ ഉണ്ടാകുമോ, വയലുകൾ ഉണ്ടാകുമോ, വലിയ പാലങ്ങൾ വേണ്ടി വരുമോ, വലിയ തോതിൽ വന്യജീവികൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമോ പരിശോധിക്കണം. ഇപ്പൊ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുക 21 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഈ ബദൽ റോഡ് യാഥാർത്ഥ്യമാവും. അനുമതി 2 മാസം കൊണ്ട് വാങ്ങിയാൽ അടുത്ത വർഷം ഇതേ സമയത്ത് സഞ്ചാരികൾക്കും യാത്രക്കാർക്കും ഇതുവഴി യാത്ര ചെയ്യാൻ അന്തരീക്ഷം ഉണ്ടാവും. ആ അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിർദ്ദിഷ്ട പാത 9 കിലോമീറ്റർ കോഴിക്കോട് ജില്ലയിലൂടെയും 18 കിലോമീറ്റർ വയനാട് ജില്ലയിലൂടെയുമാണ് കടന്നുപോകുന്നത്.